പത്തനംതിട്ട അടൂരിലെ ഷഹാനയുടെ തൂങ്ങിയ മരണത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ. എടംകുളം സ്വദേശി അരുണാണ് അറസ്റ്റിലായത്. അരുണിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു. തൂങ്ങി മരിക്കും മുൻപ് ഷഹാനയെ അരുൺ മർദ്ദിച്ചതായി കണ്ടെത്തി. പ്രസാദ് എം ചേച്ചിരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, ഏതായാലും ഈയൊരു ഷഹാനയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ ആൺ സുഹൃത്തിനെതിരെ ഒരു ചോദ്യം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ആൺ സുഹൃത്തായ അരുണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ ഷഹാന വീടിന്റെ സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ അവിടെ കൂടിയപ്പോൾ തന്നെ ഈ ആൺ സുഹൃത്ത് ഈ തൂങ്ങി മരിക്കുന്ന ഈ സമയത്ത് തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഈ ആരോപണത്തിന്റെയൊക്കെ ഫലമായിട്ട് ഉടൻ തന്നെ അടൂർ പോലീസ് എത്തി ഈ ആൺ സുഹൃത്ത് അരുണിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഏകദേശം 35 വയസ്സ് പ്രായമുള്ള ഈ ഷഹാന ഭർത്താവുമായി പിണങ്ങിയ ശേഷം ഒരു കുട്ടിയുമായും പിന്നെ സ്വന്തം വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ അരുണുമായി നിരന്തരം ഈ കലഹിക്കുകയും ഒപ്പം തന്നെ വഴക്കിടുകയും ഒക്കെ പതിവായിരുന്നു ഈ ബന്ധുക്കള് പറയുന്നുണ്ട്. ഉടൻ തന്നെ ഈ എല്ലാ ദിവസവും ഈ അരുൺ അവിടെ എത്തുകയും ഇങ്ങനെ തന്നെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ശബ്ദങ്ങളും ഈ കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാവും. അതിന്റെ തുടർച്ചയായിട്ടായിരിക്കാം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷെങ്കിൽ നാട്ടുകാരും ബന്ധുക്കളും ഓടിക്കൂടിയപ്പോഴത്തേക്കിന് ശരീരമാസകലം ബ്ലഡും എയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഈ ഷഹാനയെ കാണപ്പെട്ടത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത അരുണിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അരുൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷഹാനയെ മൂക്കിനെ മർദ്ദിക്കുകയും ശരീരമാസകലം മർദ്ദിക്കുകയും ഒക്കെ ഉണ്ടായി. അതിൽ നിന്നും പ്രകോപനം ഉൾക്കൊണ്ടാണെന്ന ശരി ഞാനിപ്പോൾ തന്നെ ഈ മർദ്ദനത്തിന് പ്രതികാരമായി ആത്മഹത്യ ചെയ്യുകയാണെന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അരുണ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. തിങ്കളാഴ്ച രാത്രി തന്നെ മൃതദേഹം ബന്ധുക്കളുടെയൊക്കെ ഈ സംശയത്തിന്റെ ഈ മർദ്ദനം അരുണ മർദ്ദിച്ചതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുകയാണ്. ശരീരത്തിൽ ചില മുറിവുകളൊക്കെ മർദ്ദനത്തിന് പാടുണ്ട്. മൂക്കിന് ഏറ്റ ക്ഷതം മാരകമായിട്ടുണ്ട്. ആത്മഹത്യ തന്നെ ചെയ്യുകയായിരുന്നാണ് പറഞ്ഞത്. അപ്പം ഈ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണക്കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തി അരുണിനെതിരെ കേസ് എടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അടൂർ പോലീസ് നമ്മളോട് ഇപ്പോൾ പറയുന്നത്. പോലീസ് കസ്റ്റഡിയിലുമാണ് അരുൺ. ശരി, എന്തായാലും അടൂരിലെ ഷഹാനയുടെ തൂങ്ങിയ മരണത്തിലാണ് ഇപ്പോൾ ആൺ സുഹൃത്ത് അരുണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എടംകുളം സ്വദേശിയായ അരുണിന്റെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരുണിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസും എടുത്തിട്ടുണ്ട്. പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്. പത്മശ്രീ പുരസ്കാര ജേതാവും നോക്കുവിദ്യ പാവകളി കലാകാരിയുമായ മൂഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. പരമ്പരാഗത പാവകളി കലാരൂപത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു പുരസ്കാരം. കോട്ടയം ജില്ലയിലെ മോനുപള്ളി സ്വദേശിനിയാണ് പങ്കജാക്ഷി. കേരള ടൂറിസത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കജാക്ഷി അമ്മയെ പറ്റി പരാമർശമുണ്ട്. ഫോക്ലോർ അക്കാദമിയുടെ അവാർഡും ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ട്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നോക്കുവേദ്യ അവതരിപ്പിച്ചിട്ടുണ്ട്. 11ാം വയസ്സ് മുതൽ പങ്കജാക്ഷി പാവകളി അഭ്യസിച്ചിരുന്നു. അച്ഛനും അമ്മയും പാവകളി കലാകാരന്മാരായിരുന്നു. മലപ്പുറത്ത് കപ്പലണ്ടി തൊണ്ടയിൽ കുടുങ്ങി 3 വയസ്സുള്ള കുഞ്ഞു മരിച്ചു. വേങ്ങര കുന്നുംപുറം ചെങ്ങാനി സ്വദേശി മുനീറിന്റെ മകൻ മുഹമ്മദ് റസാനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ ഭക്ഷണത്തിന് ശേഷം വീട്ടിലിരുന്ന മിക്സ്ചർ കഴിച്ചുകൊണ്ടിരിക്കെ അതിലെ കപ്പലണ്ടി കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ശ്വാസതടസ്സം നേരിട്ട കുട്ടിയെ ഉടൻ തന്നെ വീട്ടുകാർ കുന്നുംപുറത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കുന്നുമ്മൽ കാരാട്ടുങ്ങലെ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി.